ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സജിദാസ് ക്രിയേഷൻ. ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു കിഡ്സ് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. പട്ടുപാവാടയ്ക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇത് പ്രിൻസസ് കട്ടിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ലീവിനും ഉണ്ട് കേട്ടോ പ്രത്യേകത. സ്ലീവ് ചെയ്തിരിക്കുന്നത് ഫ്രില്ലിട്ടിട്ടാണ്. ഷോൾഡറിൻ്റെ ഭാഗത്തും അതുപോലെ താഴ്വശത്തും സ്ലീവിൻ്റെ ഏറ്റവും താഴ്വശത്തും ഫ്രില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് പോവാം. ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഞാൻ 3/4 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ക്ലോത്തിനെ ഒരു സൈഡിൽ നിന്നും രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എത്രയാണോ അളവ് വേണ്ടത് അത് കൃത്യമായി അളന്നെടുക്കുക. എനിക്ക് 8.5 ഇഞ്ചാണ് വേണ്ടത്. ആ 8.5 ഇഞ്ച് വരുന്ന വിധത്തിൽ ഞാൻ അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കമാണ് നോക്കേണ്ടത്. എനിക്ക് ടോട്ടൽ ഇറക്കം വേണ്ടത് 14 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ 15.5 ഇഞ്ചാണ് ഞാൻ ഇറക്കം എടുക്കുന്നത്. കറക്റ്റായിട്ട് ഈ ഫോൾഡ് ചെയ്തെടുത്തിൽ നിന്നും നമുക്കിതുപോലെ 15.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ഇവിടെ ഞാനിപ്പോൾ 15.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിതുപോലെ ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ടോട്ടൽ ക്ലോത്തിനെ ഇപ്പോൾ 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തിരിക്കുന്നത്. ഈ ഫോൾഡ് ചെയ്തതിന് ശേഷവും നമ്മൾ ഇറക്കം കൃത്യമായിട്ടുണ്ടോ വീതി കൃത്യമായിട്ടുണ്ടോ എന്ന് അളന്ന് നോക്കുക. അതിന് ശേഷം ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കണ്ടോ, നമ്മളിപ്പോൾ ഇത് കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള നീളത്തിലും വീതിയിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചാണ് മോൾക്ക് വേണ്ട ഷോൾഡറിൻ്റെ അളവ്. അത് കറക്റ്റായിട്ട് ഞാനിത് ഇവിടെ മുകൾ വശത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ 4.5 ഇഞ്ച് തന്നെയാണ് എപ്പോഴും കൈക്കുഴിയും മാർക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇന്ന് പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൂട്ടണം കൈക്കുഴിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ 5 ഇഞ്ചാണ് എടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും എടുക്കുന്ന കൈക്കുഴിയുടെ ഇറക്കത്തിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് എക്സ്ട്രാ കൂട്ടുക. അത്രമാത്രം ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യേണ്ടത് ചെസ്റ്റാണ്. 7.5 ഇഞ്ചാണ് ഞാൻ ചെസ്റ്റ് തയ്യൽ തുമ്പടക്കം എടുക്കാറുള്ളത്. പക്ഷേ ഇവിടെ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു 1/2 ഇഞ്ച് കൂടി എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 8 ഇഞ്ച് കറക്റ്റായിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഏറ്റവും താഴ്വശവും വരുന്നത്. താഴ്വശം ഞാൻ 8.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. 8 ഇഞ്ച് മാത്രം മതിയാവും. പക്ഷേ പ്രിൻസസ് കട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ 8.5 ഇഞ്ചാക്കി ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് കൈക്കുഴി കൂടി ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. കൈക്കുഴിയുടെ താഴ്വശം നമുക്ക് നോക്കാം. കോണിൽ നിന്നും ഏതാണ്ട് ഒരു ഇഞ്ച് കയറ്റിയിട്ട് ഒന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് നെക്കാണ്. നെക്ക് 2.5 ഇഞ്ചാണ് എനിക്ക് വേണ്ടത്. പക്ഷെ ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്കിൻ്റെ ഇറക്കം മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഈ 3 ഇഞ്ചിൽ തന്നെയാണ് കട്ട് ചെയ്യുന്നത്. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല. നിങ്ങൾ എത്രയാണോ ഫ്രണ്ട് നെക്ക് എടുക്കുന്നത് അത് തന്നെ ബാക്ക് നെക്കും എടുക്കുക. എന്നാൽ നമുക്ക് സിബോ അല്ലെങ്കിൽ ഹുക്കോ ഒന്നും വെക്കാതെ തന്നെ തലയിലൂടെ ഇടാൻ പറ്റും. അതുകൊണ്ട് തന്നെ രണ്ടും ഒരേ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുവരെ നമ്മൾ നോർമലായിട്ട് എപ്പോഴും എടുക്കുന്ന അളവുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് പ്രിൻസസ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്യാം. കൈക്കുഴിയിൽ നിന്നാണ് ആദ്യം തുടങ്ങുന്നത്. ഞാൻ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അളവെടുത്തിട്ട് എങ്ങനെയാണെന്ന് നോക്കാം. കണ്ടോ, ഇതുപോലെ പതുക്കെ പതുക്കെ കൈക്കുഴി മുഴുവനായിട്ടും അളന്ന് നോക്കുക. 8 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൻ്റെ നേർപകുതി നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. അതായത് ടോട്ടൽ ആം ഹോൾ എത്രയാണോ വരുന്നത് അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. കണ്ടോ, ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷോൾഡറിൽ നിന്നും താഴോട്ടേക്ക് അളവ് മാർക്ക് ചെയ്യണം. കുട്ടികളുടേതായതുകൊണ്ട് തന്നെ എനിക്ക് ഒരു 5 അല്ലെങ്കിൽ ഒരു 5.5 6 ഇഞ്ച് വരെ മാർക്ക് ചെയ്യാം. ഞാനിപ്പോൾ 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡറിൽ നിന്നും താഴോട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ചെറിയ കുട്ടികൾ മുതൽ ഒരു 4 വയസ്സ് വരെ 5 ഇഞ്ച് മതിയാവും കേട്ടോ. ഇനി നമുക്കിതിൻ്റെ വീതി നോക്കാം. വീതി ഒരു 2.25 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അത് വലിയ കുട്ടികളാവുമ്പോൾ ഒരു 3 ഇഞ്ച് 3.5 ഇഞ്ച് വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റുകൾ ഇങ്ങനെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതായത് കൈക്കുഴിയിൽ നിന്നും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ അവിടം വരെ മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ നിന്നും താഴേക്ക് നേരെ വരച്ചു കൊടുക്കുക കേട്ടോ. മുകളിൽ നിന്നും വരക്കുമ്പോൾ നേരെ വരക്കാൻ പാടില്ല. കൈക്കുഴിയിൽ നിന്നും നമ്മൾ ആ മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തിട്ട് വേണം വരച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് വരക്കാൻ പാടില്ല.
ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് സ്ലോപ്പ് ചെയ്ത് കൊടുക്കാം. ഒരു 1/2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നെക്കിൽ നിന്നും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യുന്നില്ല, ഒന്നിച്ചങ്ങ് കട്ട് ചെയ്ത് പോവാണ് ചെയ്യുന്നത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകൾ കട്ട് ചെയ്തെടുത്തു. ഇനി പ്രിൻസസ് കട്ട് മാർക്ക് ചെയ്ത ആ പോയിന്റ് കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു പോയിന്റ് വളരെ കൃത്യമായി മാർക്ക് ചെയ്ത ലൈനിലൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണം. ഒരു മിസ്റ്റേക്കും വരാൻ പാടില്ല. അതേപോലെ തന്നെ താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് കട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലേ. ഇവിടെ വരുന്നത് കണ്ടോ, ഫ്രണ്ട് പീസിൻ്റെ ഒരു ഭാഗമാണ്, അതായത് നെക്ക് അങ്ങനെ വരുന്ന ആ ഒരു ഭാഗമാണ്. ഇത് ബാക്ക് പീസിൻ്റെ ഭാഗമാണ് വരുന്നത്. ഇതേപോലെ ഇനി നമുക്ക് 2 സൈഡിലുമായിട്ട് 4 പീസ് കൂടി വരുന്നുണ്ട്. ഇത് നമുക്കിതാ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കാം. കണ്ടോ, ഇതാണ് ഫ്രണ്ട് പീസിൻ്റെ പോർഷൻ വരുന്നത്. കണ്ടോ, ഈ ഫ്രണ്ട് പീസിൻ്റെ പോർഷൻ 3ആയിട്ട് വരും. അതേപോലെ തന്നെയാണ് ബാക്ക് പീസിൻ്റെ പോർഷനും വരുന്നത്. സെൻറ്ററിൽ ഇതുപോലെ ഒരു പോയിന്റ് വരും. അതേപോലെ തന്നെ 2 സൈഡിലും ഇതുപോലെ ഓരോ പീസും ഉണ്ടാവും. അപ്പോൾ ഇതിനെ നമുക്കിനി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പീസിനെ ഇതുപോലെ ഒന്ന് വെച്ചെടുക്കുന്നുണ്ട്. അതിനുശേഷം കറക്റ്റായിട്ട് വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് എന്ന്. ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എല്ലാവർക്കും ഭയങ്കര മിസ്റ്റേക്ക് വരാറുണ്ട്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കലും താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പാടില്ല. മുകൾ വശത്ത് നിന്ന് തന്നെ താഴ്വശത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ 2 പോയിന്റും കൃത്യമായിട്ട് വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 പോയിന്റും ഒരേപോലെ വെക്കണം, അങ്ങോട്ടോ ഇങ്ങോട്ടോ ആവാൻ പാടില്ല. എന്നിട്ട് വളരെ സാവധാനം മൂവ് ചെയ്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ താഴ്വശം എത്തുമ്പോൾ 2ൻ്റെയും ഇറക്കം വ്യത്യാസം വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് സെക്കൻഡ് സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ സാവധാനം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നതെങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം കറക്റ്റായിട്ട് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നാലും ഇതിൽ വന്ന ഒരു ചെറിയ മിസ്റ്റേക്ക് ഞാൻ കാണിച്ചു തരാം. ലൈൻസ് ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ, ആ ഒരു ഗോൾഡൻ ലൈൻ വരുന്നത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ട്. എന്നാൽ നെക്സ്റ്റ് പോർഷൻ സ്റ്റിച്ച് ചെയ്തപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു ചെറിയ വേരിയേഷൻ വന്നാൽ പോലും ഇറക്കത്തിൽ പ്രകടമായ മാറ്റം വരും. ഇതിപ്പോൾ താഴ്വശമായതുകൊണ്ട് നമുക്ക് ഫോൾഡ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ഈ ഒരു പോർഷൻ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. വലിയ വേരിയേഷൻ വരും കേട്ടോ, ചെറിയ മിസ്റ്റേക്ക് വന്നാൽ പോലും. അപ്പോൾ നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൈക്കുഴി ഇതുപോലെ ഒന്ന് അളന്നെടുക്കാം. 7 ഇഞ്ചാണ് എനിക്ക് കിട്ടിയത്. അതിൽ നിന്നും 1 ഇഞ്ച് കുറച്ചിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ 6 ഇഞ്ചാണ് നമുക്ക് സ്ലീവ് ഫോൾഡ് ചെയ്യാനുള്ള അളവ്. കണ്ടോ, ഞാനിവിടെ സ്ലീവ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4ആയിട്ടാണ് ഫോൾഡ് ചെയ്തത്. നല്ല വീതിക്ക് തന്നെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് എന്ന് വെച്ചാൽ ഒരു 2.25 ഇഞ്ചോളം എടുക്കാം. 2 ഇഞ്ച് മുതൽ 3 ഇഞ്ച് വരെ എടുക്കാം. ഞാനിപ്പോൾ 2.25 ഇഞ്ചാണ് സ്ലീവിൻ്റെ ഫോൾഡ് ചെയ്ത ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഫ്രില്ലിടാൻ വേണ്ടിയിട്ടാണ് ഈ 2.25 ഇഞ്ച് എടുക്കുന്നത്. കുറഞ്ഞ ഫ്രില്ലേ വേണ്ടു എന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് എടുത്താൽ മതി. കൂടുതൽ ഫ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ 3 ഇഞ്ച് വരെ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കേണ്ട കേട്ടോ. ഇനി നമുക്കിതാ ആ ഒരു മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്നും സ്ലീവിൻ്റെ അളവ്, അതായത് 6 ഇഞ്ചല്ലേ നമുക്ക് സ്ലീവിൻ്റെ വീതി കിട്ടിയത്, അത് മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ ഒരു സൈഡ്, അതായത് ഓപ്പൺ വരുന്ന ആ ഒരു ഭാഗത്ത് നോർമലി നമ്മൾ ചെയ്യുന്നത് പോലെ ഒരു 2.5 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. അത് സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സ്ലീവിൻ്റെ ഇറക്കം ഞാൻ എടുത്തിരിക്കുന്നത് 5.5 ഇഞ്ചാണ്. അതെനിക്ക് പറയാൻ വിട്ടുപോയി. ഇനി അതിന് ശേഷം നമുക്കിത് ഇതുപോലെ ഒന്ന് സ്ലീവ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി താഴ്വശത്തെ വീതി വരുന്നത് 5 ഇഞ്ചാണ്. അത് വേണമെങ്കിൽ മാർക്ക് ചെയ്താൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കൊടുക്കാം. ഫ്രില്ലിടാൻ ഓൾറെഡി ക്ലോത്ത് എടുത്തുകൊണ്ട് തന്നെ ഞാനിവിടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്കിതാ സ്ലീവിൻ്റെ ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. മുകളിലും താഴ്വശത്തും ഒക്കെ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പം നമ്മളിതാ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് പോർഷനാണ്. എന്നിട്ട്
നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ക്രോസ് പീസും നമ്മുടെ നെക്കിൻ്റെ പോർഷൻ്റെയും നല്ല വശം വെച്ചിട്ട് ഇതുപോലെ പതുക്കെ പതുക്കെ മൂവ് ചെയ്തിട്ട് മുഴുവനായിട്ടും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒക്കെ ഇതുപോലെ തന്നെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. കണ്ടോ, ഇപ്പോൾ നമ്മൾ കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ബാലൻസ് വന്ന ആ ഒരു പീസൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം നമ്മൾ നോർമലി നെക്കിന് ചെയ്യുന്നത് പോലെ സ്റ്റിച്ചിങ് പോയിൻ്റ് കട്ടാവാതെ ചെറിയ ചെറിയ രീതിയിലൊന്ന് കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നേരെ ബാക്ക് വശത്തേക്ക് കൊണ്ടുപോവാം. മുഴുവനായിട്ടും ബാക്ക് വശത്തേക്ക് കൊണ്ടുവരാൻ പാടില്ല. ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പക്ഷെ മുഴുവനായിട്ടും നമ്മുടെ ബാക്ക് പീസിലേക്ക് വരാൻ പാടില്ല. കുറച്ച് ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ കാണണം. കണ്ടോ, ഇതുപോലെ കുറച്ച് ഭാഗം നമുക്ക് ഫ്രണ്ട് പോർഷനിൽ കിട്ടണം. ആ രീതിയിൽ വേണം നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടും ബാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഫ്രണ്ട് പീസിൻ്റെ നല്ല വശത്തേക്ക് ബാക്ക് പീസിൻ്റെ നല്ല വശവും കൃത്യമായി വെച്ചിട്ട് 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ ഷോൾഡറൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് സ്ലീവാണ് ഡിസൈൻ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഞാനിവിടെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ നീളം വീതി എടുത്തിരിക്കുന്നത് 1.5 ഇഞ്ചാണ്. നീളം വരുന്നത് 9 ഇഞ്ചാണ്. ഈ 9 ഇഞ്ച് എങ്ങനെയാണ് കിട്ടിയത് എന്ന് വെച്ചാൽ, നമ്മൾ കുട്ടിയുടെ എവിടെയാണോ സ്ലീവിൻ്റെ എൻഡ് വരാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഭാഗത്തെ കറക്റ്റ് അളവെടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടി കൂട്ടാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ രീതിയിലാണ് ഞാനിവിടെ അളവെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം എടുക്കുക. എന്നിട്ട് സെൻറ്റർ പോയിൻ്റ് കൃത്യമായി മാർക്ക് ചെയ്തെടുക്കുകയും ചെയ്യുക. ഈ 2 സെൻറ്റർ പോയിൻറ്റും കൃത്യമായി വരുന്ന വിധത്തിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് കണ്ടതാ, ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും വേണം സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട്. കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇതാ സെൻറ്ററിൽ നിന്നും പതുക്കെ പതുക്കെ മുഴുവനായിട്ടും ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഈ സെൻറ്റർ പോയിന്റിൽ ചെറിയ ചെറിയ ഫ്രില്ലിട്ടിട്ട് ഈ എൻഡ് വശം കണ്ടോ, അത് കറക്റ്റായിട്ട് രണ്ടും ഒരുപോലെ വരുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നേരെ സെൻറ്റർ പോയിന്റിലേക്ക് വരിക. എന്നിട്ട് സെൻറ്റർ പോയിന്റിൽ നിന്നും ബാക്കി ഫ്രില്ല് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. മറ്റേ സൈഡിലേക്കുള്ള ഫ്രില്ലില്ല, അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ല് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. വീഡിയോ കണ്ടാൽ മനസ്സിലാവുമെന്ന് കരുതുന്നു. ചെറിയ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുക. ഫ്രില്ലിട്ടിട്ടിട്ട് എൻഡ് വരുമ്പോൾ ഈ 2 പീസും ഒരേപോലെ വരണം. ഇത് താഴ്വശത്തെ ഒരു കുഞ്ഞു ബാൻഡില്ല, ആ ഒരു ബാൻഡും ഈ സ്ലീവും രണ്ടും ഒരേ അളവിൽ വരുമ്പോൾ നമുക്ക് ആ ഫ്രില്ലിടൽ അവിടെ നിർത്തിയിട്ട് സ്ട്രൈറ്റ് ആയിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മൾ കൃത്യമായിട്ട് 2 സ്ലീവും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനേതാ ഇതുപോലെ തിരിച്ചിട്ടെടുക്കാം. കണ്ടോ, നമ്മളിത് കറക്റ്റായി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ഫ്രിൽ എഫക്റ്റ് ഇപ്പോൾ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിനെ ഇതുപോലെ തിരിച്ചൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഇഞ്ച് ഫോൾഡ് ചെയ്യുക. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നേരത്തെ നെക്കിന് പറഞ്ഞതുപോലെ തന്നെ മുഴുവനായിട്ടും നമ്മൾ ബാക്ക് പീസിലേക്ക് കൊണ്ടുവരാൻ പാടില്ല. കുറച്ച് ഭാഗം ഫ്രണ്ട് പോർഷനിൽ കാണണം, എങ്കിൽ മാത്രമേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. കണ്ടോ, ഇപ്പോൾ നമ്മളിത് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ കാണാം കുറച്ച് ഭാഗം ഫ്രണ്ട് പോർഷനിലും നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫിനിഷിങ്ങിൽ നമുക്കത് കിട്ടി. ഇനി നമുക്കിതിനെ ആം ഹോളും ആയിട്ട് ജോയിൻ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ഈ ആം ഹോളിൻ്റെയും അതുപോലെ തന്നെ സ്ലീവിൻ്റെയും സെൻറ്റർ പോയിൻ്റ് മാർക്ക് ചെയ്യാൻ പോവുകയാണ്. കണ്ടോ, ആം ഹോളിൻ്റെ സെൻറ്റർ പോയിൻ്റ് കൂടി ഇനി നമുക്കൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. കണ്ടോ, അവിടെ മാർക്ക് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, സ്റ്റിച്ചിങ് പോയിൻ്റ് ഉണ്ട്. എന്നാൽ കൂടി ഞാനൊന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർമലി ഞാൻ എപ്പോഴും പറയാറുള്ളത് സ്ലീവ് സെൻറ്റർ പോയിന്റിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനാണ്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, സ്റ്റാർട്ടിങ്ങിൽ വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ലാസ്റ്റ് ഒരു 1 ഇഞ്ച് ഗ്യാപ്പിൽ അവിടെ നിർത്തുക. അതിന് ശേഷം നമുക്ക് ഫ്രില്ലിട്ട് തുടങ്ങണം. ആ ഒരു 1 ഇഞ്ചിൽ വേണം നമ്മുടെ ഫ്രില്ല് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ടിട്ട് അങ്ങ് പോവുക. എന്നിട്ട് ഫ്രില്ലിൻ്റെ എൻഡ് വരുമ്പോൾ കണ്ട ആ 2 സെൻറ്റർ പോയിൻറ്റും ഒരുപോലെ വന്ന് നിൽക്കുമ്പോൾ ഫ്രില്ല് നമുക്ക് എൻഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് മറ്റേ സൈഡിലുള്ള ഫ്രില്ല് അവിടെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. പതുക്കെ പതുക്കെ കുഞ്ഞു കുഞ്ഞു ഫ്രില്ലിട്ട് കൊടുക്കുക. നമ്മൾ 2.25 ഇഞ്ചാണ് ഫ്രില്ലിടാൻ എക്സ്ട്രാ എടുത്തിരിക്കുന്നത്. ആ 2.25 ഇഞ്ചോളം ഫ്രില്ലിട്ടതിന് ശേഷം ബാക്കി നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ നമ്മൾ നല്ല ഫിനിഷിങ്ങിൽ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും തമ്മിൽ ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവിൻ്റെ പോർഷനിൽ നിന്നും 1 ഇഞ്ച് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
കണ്ടോ ഇതുപോലെ പതുക്കെ പതുക്കെ 1 ഇഞ്ച് വിട്ടിട്ട് താഴ്വശം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല, ഏതാണ്ട് ഒരു 3 ഇഞ്ച് മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് നിർത്താണ് ചെയ്യുന്നത്. അതുവരെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. മറ്റു ഭാഗം നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. കണ്ടോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത്രയും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ബാക്കി വരുന്ന ആ 3 ഇഞ്ച് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക, എന്നിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ചുരിദാറിനൊക്കെ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യുന്നില്ലേ, സെയിം മെത്തേഡ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഇതുപോലെ ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്യുക, വീണ്ടും ഒരു 1/2 ഇഞ്ച് ഫോൾഡ് ചെയ്തിട്ട് 2 സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതേപോലെ തന്നെ മറ്റേ സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ കണ്ടോ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ താഴ്വശം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റിച്ചിങ് പൂർത്തിയായി. കണ്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലീവ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ഒരു സ്ലീവ് കുട്ടികൾ ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ പട്ടുപാവാടയ്ക്കൊക്കെ ഏറ്റവും നല്ല ഭംഗിയുള്ള ഒരു സ്ലീവാണിത്. ഇനി നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യം കൂടിയുണ്ട്. ഇതിൻ്റെ നെക്കിൻ്റെ ബാക്ക് സൈഡിൽ ഇതുപോലെ ഒരു പീസ് വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ക്ലോത്ത് നീളത്തിൽ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിനെ ഇതാ ഒന്ന് ഫോൾഡ് ചെയ്തു, വീണ്ടും ഒന്നുകൂടി ഫോൾഡ് ചെയ്തു, എന്നിട്ട് ഒന്നുകൂടി ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നേരിയ ഒരു ഡോറി പോലെ തയ്യാറാക്കി എടുക്കാം. നന്നായി ശ്രദ്ധിച്ച് സൈഡിലൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇതുപോലെ 2 പീസാണ് ഞാൻ തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതാ ഇതുപോലെ ഒരു സ്ക്വയർ പീസ് കൂടി കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ 2 സൈഡും നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 4 സൈഡും ചെയ്യേണ്ട, 2 സൈഡും വളരെ നേരിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് ആ സ്റ്റിച്ച് ചെയ്യാത്ത പോയിൻറ്റിലേക്ക് ആ ഒരു സ്ക്വയർ പീസിൻ്റെ നല്ല വശത്തേക്ക് നമ്മുടെ ഡോറി വെക്കാം. എന്നിട്ട് കണ്ടോ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് ആ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ ഇപ്പോൾ നമ്മൾ 2 ഡോറിയും കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ തിരിച്ചിട്ട് കഴിയുമ്പോൾ നല്ലൊരു ഭംഗിയിൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടുന്ന അളവിലുള്ള വീതി എടുത്താൽ മതി കേട്ടോ സ്ക്വയർ പീസ് എടുക്കുമ്പോൾ. ഇനി നമുക്ക് ഈ ഒരു പീസിനെ കറക്റ്റായിട്ട് നെക്കിൻ്റെ സൈഡിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ബാക്ക് നെക്കിലാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. നല്ല ഭംഗിയാണ് ഈ ഒരു ഡോറി വെച്ച് കഴിഞ്ഞാൽ. അത് കെട്ടിട്ടൊക്കെ ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു ഫിനിഷിങ്ങും നല്ല ലുക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ടോപ്പിൻ്റെ സ്റ്റിച്ചിങ് കൃത്യമായിട്ട് കണ്ടു, ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിൻ്റെ സ്കേർട്ടിൻ്റെ സ്റ്റിച്ചിങ് തൊട്ട് മുന്നേ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് പോയി കണ്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നെക്സ്റ്റ് ടൈം പുതിയൊരു വീഡിയോവുമായിട്ട് പെട്ടെന്ന് വരാം. അതുവരെ ബൈ, ടേക്ക് കെയർ.